ഹലോ. അപ്പോയിൻമെൻറ്റ് മെയിലായിട്ട് കിട്ടി. അപ്പോൾ അത് ഞാൻ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അപ്പോയിൻമെൻറ്റിൽ എന്താ പറയുക, അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ അപ്പോയിൻമെൻറ്റ് ലെറ്ററിൽ നമ്മളത് 2 PDF ആയിട്ടാണ് വരുന്നത്. അതിൽ ഒന്നാമത്തെ PDF മെയിനായിട്ട് നമ്മളെ പേഴ്സണൽ ഡീറ്റെയിൽസും കുറേ എന്താ പറയുക പ്രൊസീജിയേഴ്സും കുറേ എന്താ പറയുക അപ്ഡേറ്റ്സ് അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ഉള്ളത്. അതിൽ പ്രത്യേകിച്ച് ഡൗട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അതിലിപ്പോൾ എൻ്റെ ഡിവിഷൻ മൈസൂർ ഡിവിഷനാണ്. അപ്പോൾ മൈസൂർ ഡിവിഷൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ വരുന്നത് ഡോക്യുമെൻറ്റ്സ് ആണ്. അതായത് ഡോക്യുമെൻറ്റ്സ് കുറേ ഡോക്യുമെൻറ്റ്സ് നമുക്ക് റെഡിയാക്കാനുണ്ട്. അപ്പോൾ ഈ ഡോക്യുമെൻറ്റ്സിൻ്റെ കാര്യത്തിലാണ് എല്ലാവർക്കും ഡൗട്ട് വരുന്നത്. ഇപ്പം നമ്മുടെ കേസാണെങ്കിലും ഇതിൽ പറയുന്ന പല ഡോക്യുമെൻറ്റ്സിനെ പറ്റി നമുക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ മാക്സിമം നമ്മൾ അന്വേഷിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുറേയൊക്കെ റെഡിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. മെയിനായിട്ട് കുറച്ച് ഡോക്യുമെൻറ്റ്സ്. അപ്പോൾ അതിൽ ആ ഡോക്യുമെൻറ്റ്സ് എങ്ങനെ റെഡിയാക്കും, അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ മെയിനായിട്ട് ഈ വീഡിയോയിൽ പറയാൻ ശ്രമിക്കാം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക. ഈ ഡോക്യുമെൻറ്റ്സിൽ മെയിനായിട്ട് എല്ലാവർക്കും ഡൗട്ട് വരുന്ന കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. അതാണ് നമ്മൾ മെയിനായിട്ട് നാട്ടിൽ തന്നെ ചെയ്ത് ഫോമെല്ലാം ഫില്ല് ചെയ്ത് സൈനും കാര്യങ്ങളും വാങ്ങിച്ചിട്ട് വരേണ്ടത്. അതിൽ പറയുന്ന ഒന്ന് മാൻഡേറ്റ് ഫോമാണ് ബാങ്കിൻ്റെ. അതേപോലെ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ്, ഐഡൻറ്റിറ്റി സർട്ടിഫിക്കറ്റ്, അഫിഡവിറ്റ്, ഇൻഡംനിറ്റി ബോണ്ട്, ഇത്രയും കാര്യങ്ങളിലായിരിക്കും എല്ലാവർക്കും ഡൗട്ട് വരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെ പറ്റിയായിരിക്കും ഞാൻ ഈ വീഡിയോയിൽ മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ എൻ്റെ ഡിവിഷണൽ DV അടുത്ത ആഴ്ചയാണ്. അപ്പോൾ അതിന് ശേഷം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും അപ്ഡേറ്റ്സോ എന്തെങ്കിലും തിരുത്തലോ എന്തെങ്കിലും ചേഞ്ചോ ഉണ്ടെങ്കിൽ ഞാൻ കമൻറ്റിൽ പിൻ ചെയ്തിടാം. അപ്പോൾ എല്ലാവരും കാണുമ്പോൾ അതിന് ശേഷം കാണുന്നവരാണെങ്കിൽ കമൻറ്റും കൂടി നോക്കുക. അതിന് ശേഷം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാം. ഞാൻ മാക്സിമം പറഞ്ഞുതരാൻ ശ്രമിക്കാം. വീഡിയോയിലേക്ക് കടക്കാം. ഓരോ ഡോക്യുമെൻറ്റും ഓരോ സെക്ഷനായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ള് കാണാം. വീഡിയോ ഫുള്ള് കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അതേപോലെ ഇപ്പോൾ ഈ പറയുന്ന ഡോക്യുമെൻറ്റ്സ് എല്ലാം ചെറിയ ചെറിയ വ്യത്യാസമുണ്ട്. ഓരോ ഡിവിഷനിലും ചെറിയ ചെറിയ ഡിഫറൻസ് എന്തായാലും ഉണ്ടാവും. നമ്മുടെ ഇപ്പം ബാംഗ്ലൂർ സോണിൽ തന്നെ വന്ന 2 ഡിവിഷൻ്റെ അപ്പോയിൻമെൻറ്റ് കണ്ടൻസ് ഓൾമോസ്റ്റ് സെയിം ആണ്. പക്ഷേ അതിലെ ഫോർമാറ്റും കാര്യങ്ങളെല്ലാം ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഇതേ സെയിം ഫോർമാറ്റ് തന്നെ ആവണമെന്നില്ല. അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് നോക്കുക. കാരണം കണ്ടൻറ്റും കാര്യങ്ങളെല്ലാം ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും ഡോക്യുമെൻറ്റ്സ്. പക്ഷേ അത് ആക്കുന്ന പ്രോസസ്സും കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ അതേ കാര്യങ്ങൾ ഫോളോ ചെയ്താൽ മതി. അപ്പോൾ ആദ്യം ഐഡൻറ്റിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം നോക്കാം. ഇതെന്ന് വെച്ചാൽ ക്യാരക്ടർ സർട്ടിഫിക്കറ്റും ഐഡൻറ്റിറ്റി സർട്ടിഫിക്കറ്റും രണ്ടും സെയിം തന്നെയാണ് ഓൾമോസ്റ്റ്. അപ്പോൾ ഇതിൽ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ സംഭവം പ്രിൻ്റ് എടുക്കുക. പ്രിൻ്റ് എടുത്തിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട് ആരാ ഇതിൽ സൈൻ ചെയ്യേണ്ടതെന്ന്. ഒരു 7 ആൾക്കാരെ പേര് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരെ കൊണ്ട് ആരെങ്കിലും ഒരാളെ കൊണ്ട് ഇത് ഫില്ല് ചെയ്ത് സൈൻ ചെയ്യിപ്പിച്ച് വാങ്ങുക. അതായത് പിന്നെ 7 ആൾക്കാർ പറഞ്ഞിട്ടില്ല. അതിൽ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഗസറ്റഡ് ഓഫീസേഴ്സാണ്. അതായത് പിന്നെ ഗവൺമെൻറ്റിലുള്ള ഗസറ്റഡ് ഓഫീസേഴ്സ്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ഗസറ്റഡ് ഓഫീസേഴ്സിനെ കൊണ്ട് ഇത് ഫില്ല് ചെയ്യിപ്പിച്ച് വാങ്ങിച്ചാൽ മതി. അതായത് ഫില്ല് ചെയ്തിട്ട് ഈ പറയുന്ന നമ്മളെ ഡീറ്റെയിൽസും അച്ഛൻ്റെ പേരെല്ലാം വേണ്ടി വരും. പിന്നെ ഇത്ര കൊല്ലം നമ്മൾ അറിയാവുന്നുള്ളൊരു ഡീറ്റെയിൽസ് വേണ്ടി വരും. അത് മാക്സിമം ഒരു 3 കൊല്ലം അതിന് മേലെ വാങ്ങാൻ ശ്രമിക്കുക. പിന്നെ അവരുടെ സിഗ്നേച്ചർ, പിന്നെ അവരെ സീല് വാങ്ങണം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സീല്, ഓഫീസ് സീലും അവർ സീലും എല്ലാം വാങ്ങി ഇത് ഫില്ല് ചെയ്ത് വാങ്ങിക്കുക. ഇത്ര കാര്യങ്ങൾ ഐഡൻറ്റിറ്റി സർട്ടിഫിക്കറ്റിൽ ഇത്രയും കാര്യങ്ങൾ മാത്രമേ വരുന്നത്. ഇനിയിപ്പോൾ വരുന്നത് ക്യാരക്ടർ സർട്ടിഫിക്കറ്റാണ്. അപ്പോൾ ക്യാരക്ടർ സർട്ടിഫിക്കറ്റിൽ നമ്മളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ലാസ്റ്റ് പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഹെഡ് സൈൻ ചെയ്യണമെന്ന് നമ്മളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. മിക്കവാറും എല്ലാവരുടെയും സെയിം തന്നെ ആയിരിക്കും. അതായത് ലാസ്റ്റ് പഠിച്ച കോളേജിലെ പ്രിൻസിപ്പളിൻ്റെ സൈനാണ് വേണ്ടത്. അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ നമ്മുടെ ഡീറ്റെയിൽസും അച്ഛൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്ത് വാങ്ങണം. അതെല്ലാം ഫില്ല് ചെയ്ത് വാങ്ങുക. എന്നിട്ട് അവിടെ സൈനും സീലും പിന്നെ ഓഫീസ് സീലും എല്ലാം വെച്ചിട്ട് വാങ്ങുക. പിന്നെ അതിൻ്റെ താഴെ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ടു ബി അറ്റസ്റ്റഡ് ബൈ ഫസ്റ്റ് ക്ലാസ് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ഓർ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് ആണ്. അപ്പം ഇത് ഈ പറയുന്ന ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് നമ്മൾ പിന്നെ SDMനെ കൊണ്ടോ അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനെ കൊണ്ടോ അറ്റസ്റ്റ് ചെയ്യിക്കണം. ഈ പറയുന്ന ആൾ എന്ന് വെച്ചാൽ RDO എന്ന് പറയും. അതായത് നമ്മളെ റവന്യൂ ഡിവിഷണൽ ഓഫീസർ എന്ന് പറയും. അത് ഈ താലൂക്ക് ഓഫീസിലൊക്കെ ആണ് അവരുടെ ഓഫീസ് ഉണ്ടാവും. അപ്പോൾ അവിടെ പോയിട്ട് നമ്മളിത് സൈനും സീലും ഒക്കെ വാങ്ങിച്ചു എടുക്കണം.
അവർ ഓഫീസിലോ അവരെ സൈനെല്ലാം വാങ്ങിച്ചിട്ട് എടുക്കണം. അതാണ് ക്യാരക്ടർ സർട്ടിഫിക്കറ്റിൽ വരുന്നത്, ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ RDOൻ്റെ സൈൻ വാങ്ങുന്നതിൽ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് ഞാൻ അഫിഡവിറ്റ് RDOൻ്റെ കൂടെ, അതായത് RDOൻ്റെ സൈൻ വാങ്ങേണ്ട വേറൊരു ഡോക്യുമെൻറ്റും കൂടിയും നമ്മൾക്ക് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു അഫിഡവിറ്റ് എടുക്കാനുണ്ട് RDOൻ്റെ സൈൻ വാങ്ങേണ്ടത്. അപ്പോൾ ആ അഫിഡവിറ്റ് കൂടെ പറഞ്ഞിട്ട് നമുക്ക് RDOൻ്റെ സൈൻ വാങ്ങേണ്ട കാര്യങ്ങൾ പറയാം. ഇതാണ് അഫിഡവിറ്റ്. അപ്പോൾ ഈ അഫിഡവിറ്റിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ക്ലാസ് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ നിന്ന് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ RDOൻ്റെ സൈൻ വാങ്ങേണ്ടത്. അപ്പോൾ RDO എന്ന് പറയുന്നത് നമ്മുടെ സബ് കളക്ടറെല്ലാം റാങ്കിൽ വരുന്ന ആളാണ്. അപ്പോൾ പിന്നെ അവരുടെ സൈൻ ഇതിൽ രണ്ടിലും വാങ്ങാനുണ്ട്. അപ്പോൾ ഈ പറയുന്ന അഫിഡവിറ്റ് നമ്മൾ സ്റ്റാമ്പ് പേപ്പറിൽ തന്നെ ചെയ്യണമെന്ന് നമ്മളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. 100 രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിൽ ചെയ്യണമെന്നാണ് നമ്മളോട് പറഞ്ഞത്. അത് നിങ്ങളെ ഡിവിഷനിൽ എന്താ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ അതേപോലെ റെഡിയാക്കുക. ആ പറയുന്ന പിന്നെ സ്റ്റാമ്പ് പേപ്പറിൽ ഇത് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതെങ്ങനെ റെഡിയാക്കുക എന്ന് വെച്ചാൽ സ്റ്റാമ്പ് പേപ്പർ 100 രൂപേൻ്റെ സ്റ്റാമ്പ് പേപ്പർ വാങ്ങിച്ചിട്ട് അതിൽ എന്താ പറയുക ഫസ്റ്റ് പാർട്ടി സെക്കൻഡ്, അതിനൊരു പർപ്പസ് ഉണ്ടാവും. പർപ്പസ് അഫിഡവിറ്റ് എന്ന് കൊടുക്കുക. അതിൽ ഫസ്റ്റ് പാർട്ടി സെക്കൻഡ് പാർട്ടി എല്ലാം ഡീറ്റെയിൽസ് കൊടുക്കാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിയിൽ നമ്മളെ ഡീറ്റെയിൽസ്, സെക്കൻഡ് പാർട്ടി നമ്മളെ റെയിൽവേയിലത്തെ അവിടുത്തെ ഡിവിഷണൽ ഹെഡിൻ്റെ ഒരു അഡ്രസ്സ് ഉണ്ടാവും, നമ്മൾ അപ്പോയിൻമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ടാവും. ആ അഡ്രസ്സും ആ ഒരു ഡീറ്റെയിൽസും കൊടുത്തിട്ട് നമ്മൾ സ്റ്റാമ്പ് പേപ്പർ വാങ്ങിക്കുക. എന്നിട്ട് സ്റ്റാമ്പ് പേപ്പറിൽ ഈ പറയുന്ന ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് റെഡിയാക്കുക. ഇതെല്ലാം കോടതിയിൽ പോയാൽ ആ പരിസരത്ത് തന്നെ ഇതിൻ്റെ എല്ലാ സൗകര്യവും ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം നമ്മൾ ടൈപ്പ് ചെയ്ത് വാങ്ങിച്ചിട്ട് പിന്നെ മാക്സിമം നമ്മളെ ഡീറ്റെയിൽസ് എല്ലാം വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ടൈപ്പ് ചെയ്തിട്ട് തന്നെ എടുക്കാം, അല്ലെങ്കിൽ എഴുതിയിട്ടും കൊണ്ടുപോകാം. ഇതേപോലെ ഡാഷ് ഇട്ടിട്ട് ഇവിടെ നമ്മൾ എഴുതിയിട്ടും കൊണ്ടുപോകാം, അല്ലെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്തിട്ടും വാങ്ങാം. അത് നിങ്ങളെ ഇഷ്ടമാണ്, നിങ്ങളെ സൗകര്യം പോലെ നിങ്ങളത് ചെയ്യാം. എന്നിട്ട് ഈ രണ്ട് കാര്യങ്ങളും കൊണ്ടാണ് നമ്മൾ RDOൻ്റെ അടുത്ത് പോകേണ്ടത്. അതിൽ സൈൻ വാങ്ങണം, അവരുടെ സീലും എല്ലാം വാങ്ങണം. അപ്പോൾ അത് മെയിനായിട്ട് ശ്രദ്ധിക്കാം. ഇനി RDOൻ്റെ സൈൻ വാങ്ങുന്ന അല്ലെങ്കിൽ RDOനെ എങ്ങനെ നമുക്ക് പോയിട്ട് എന്താ പറയുക RDOൻ്റെ ബാക്കി പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ ഈ പറയുന്ന ക്യാരക്ടർ സർട്ടിഫിക്കറ്റ്, കോളേജിൽ നിന്ന് വാങ്ങിയ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ്, ഈ പറയുന്ന അഫിഡവിറ്റ് എല്ലാം റെഡിയാക്കിയിട്ട് RDO ഓഫീസ് ഉണ്ടാവും. അത് താലൂക്ക് ഓഫീസിലൊക്കെ ആയിരിക്കും മിക്കവാറും RDO ഓഫീസ് ഉണ്ടാവും. അത് പ്രത്യേക ഒരു ഓഫീസ് ഉണ്ടാവും. അവിടെ പോയിട്ട് പിന്നെ ഈ പറയുന്ന ഒരു അപേക്ഷ എഴുതണം. അതായത് ഒരു വെള്ളക്കടലാസിൽ അപേക്ഷ എഴുതി കൊടുക്കുക. അപേക്ഷയും പിന്നെ അതിൻ്റെ കൂടെ ഈ 2 ഫോമും, അതിൻ്റെ കൂടെ നമ്മൾ PCC എടുക്കണം, അതായത് പോലീസ് ക്ലിയറൻസ്. അതിനിപ്പോൾ NIOC എന്നോ അങ്ങനെ എന്തോ ആണ് അവരുടെ ആപ്പിലെല്ലാം അതിനെ പറയുന്നത്. നമ്മൾ PCCയും കൂടെ എടുക്കണം. PCC എടുത്തിട്ട് അതേപോലെ PCCൻ്റെ ഒരു കോപ്പി, അതേപോലെ SLC ബുക്കിൻ്റെ കോപ്പി, ആധാറിൻ്റെ കോപ്പി, ഇത്രയും കാര്യങ്ങൾ നമ്മളവിടെ സബ്മിറ്റ് ചെയ്താൽ നമുക്ക് അവർ ഒപ്പിട്ട് തരും. വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ചില ആൾക്കാർക്ക്, ചില RDOമാർ അങ്ങനെ സൈൻ ചെയ്ത് തരുന്നില്ല. ഇതേപോലെ വില്ലേജിൽ നിന്നും തഹസിൽദാറിൻ്റെ അടുത്തുനിന്നും ഫോർവേഡ് ചെയ്ത് വരാനൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് നിങ്ങൾ മാക്സിമം പറയാം, അങ്ങനെ ഡയറക്റ്റ് തരണം എന്നുള്ള രീതിയിൽ തന്നെ പറയാം. അത് നിങ്ങൾ പോയിട്ട് എന്തായാലും പോയി നോക്കുക. ആദ്യം പോയി നോക്കിയിട്ട് അവരോട് സംസാരിക്കുക. അപ്പോൾ അവരെന്താ പറയുന്നത് നോക്കുക. അപ്പം ഇനി അതിൽ PCC എടുക്കണം. PCCൻ്റെ ഇമ്പോർട്ടൻസ് വെച്ചാൽ ഈ അഫിഡവിറ്റിൽ പ്രത്യേകം പറയുന്നുണ്ട്. പിന്നെ ഐ ഹിയർ ബൈ സർട്ടിഫൈ ദാറ്റ് ഇങ്ങനെ ഒരു പോലീസ് അതോറിറ്റി ഉണ്ടാകും, ഇങ്ങനെ ഒരു എന്താ പറയുക ക്രിമിനൽ കേസില്ല, പെൻഡിങ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു പോയിൻ്റ് അതിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് PCC ഉണ്ടെങ്കിൽ മാത്രമേ RDO സൈൻ തരൂ. അതുകൊണ്ട് PCC നിർബന്ധമാണ്. അപ്പോൾ നിങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ആദ്യം PCC അപ്ലൈ ചെയ്യണം. PCC അപ്ലൈ ചെയ്താൽ മിക്കവാറും 2 ദിവസമൊക്കെ എടുക്കും അത് കിട്ടാൻ മിക്കവാറും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് ആദ്യം PCC അപ്ലൈ ചെയ്തിടാം. PCC എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ നമ്മളെ പോലീസിൻ്റെ ആപ്പ് ഉണ്ട്, പോൾ ആപ്പ് എന്ന് പറഞ്ഞിട്ട്, അതുവഴി നമുക്ക് PCC അപ്ലൈ ചെയ്തിടാം. അല്ലെങ്കിൽ അക്ഷയയിൽ പോയാൽ അവർ അപ്ലൈ ചെയ്ത് തരും. അപ്പോൾ അത് നമ്മൾ ആദ്യം ചെയ്തു വെക്കുക. എന്നിട്ട് ഇതൊക്കെ എടുത്തിട്ട് വേണം നമ്മൾ RDOൻ്റെ അടുത്ത് പോകാൻ. എന്നാൽ മാത്രമേ അവിടുന്ന് സൈൻ കിട്ടും. അപ്പോൾ അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാം. നെക്സ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ്. അതായത് നേരത്തെ നമ്മളൊരു ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് റെഡിയാക്കില്ല കോളേജിൽ നിന്നും, അത് നമ്മൾ RDOനെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യിപ്പിച്ചു. അതല്ലാണ്ട് വേറൊരു ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് കൂടി വേണം. അതായത് 2 ഗസറ്റഡ് ഓഫീസേഴ്സിനെ കൊണ്ട് നമ്മൾ അറ്റസ്റ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു ക്യാരക്ടർ സർട്ടിഫിക്കറ്റ്. അപ്പോൾ അത് സിമ്പിളാണ്. ഇത് പ്രിൻ്റ് എടുത്ത് കൊണ്ടുപോയി, 2 സെയിമാണ് കണ്ടോ. അപ്പോൾ ഇത് പ്രിൻ്റ് എടുത്ത് കൊണ്ടുപോയി നമ്മളിത് ഫില്ല് ചെയ്യണം. അത് അവരെ കൊണ്ട് തന്നെ ഫില്ല് ചെയ്യിപ്പിക്കുക. നമ്മളെ പേരും പിന്നെ അച്ഛൻ്റെ പേര്, ഇത്ര ഇയേഴ്സായിട്ട് അറിയാം, അങ്ങനത്തെ ഡീറ്റെയിൽസ് എല്ലാം എഴുതിയിട്ട്
അവരെ സൈനും സീലും ഓഫീസ് സീലൊക്കെ വെച്ചിട്ട് തന്നെ വാങ്ങിക്കുക. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതേപോലെ ഈ പറയുന്ന രണ്ടാളും വേറെ വേറെ ആൾക്കാരാവണം. ഓക്കെ, അതെന്തായാലും ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് ക്യാരക്ടർ സർട്ടിഫിക്കറ്റ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മെയിനായിട്ട് ശ്രദ്ധിക്കുക. ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റ്, അതായത് ഡീഡ് ഓഫ് ഇൻഡെംനിറ്റി, അതായത് ബോണ്ട്. അപ്പം ബോണ്ട് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഇതിൽ പ്രത്യേകം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ടു ബി എക്സിക്യൂട്ടഡ് ഇൻ 100 രൂപ ബോണ്ട് പേപ്പർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് നേരത്തെ പറഞ്ഞ അതേ പ്രൊസീജിയർ, അതായത് നമ്മൾ 100 രൂപേൻ്റെ സ്റ്റാമ്പ് പേപ്പർ വാങ്ങിച്ചിട്ട് നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ പർപ്പസ് ബോണ്ട് എന്ന് കൊടുക്കുക. അതേപോലെ ഫസ്റ്റ് പാർട്ടി സെക്കൻഡ് പാർട്ടിയൊക്കെ ഡീറ്റെയിൽസ് കൊടുത്ത് നമ്മൾ ബോണ്ട് പേപ്പർ വാങ്ങിച്ചിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ, അതായത് ഈ പേജിൽ പറയുന്ന അതേപോലെ ടൈപ്പ് ചെയ്ത് വാങ്ങിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു 3-4 പേജൊക്കെ വരും കാര്യങ്ങൾ. ഇതേപോലെ ടൈപ്പ് ചെയ്തെടുത്തിട്ട് ഇത് നമ്മളെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമുക്ക് ഫില്ല് ചെയ്ത് വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അത് ഇതേപോലെ ഡാഷ് ഇട്ടിട്ട് നമ്മൾ പെന്നോണ്ട് ഫില്ല് ചെയ്താലും മതി. അത് നിങ്ങളെ ഇഷ്ടം, നിങ്ങളെ സൗകര്യം പോലെ ചെയ്യുക. പിന്നെ ഇതിലെന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ബോണ്ട് ഉണ്ട്, അതായത് 5 ഇയറിൻ്റെ ബോണ്ട് ഉണ്ട്. അപ്പോൾ ഈ ബോണ്ടിൻ്റെ എമൗണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ട്രെയിനിങ് പീരീഡിൽ നമ്മളെ കിട്ടുന്ന സ്റ്റൈപ്പൻറ്റും അതിൻ്റെ ഇൻട്രസ്റ്റുമാണ്. അപ്പോൾ ഈ ബോണ്ടിൽ നമുക്കൊരു ഷുവർട്ടീനെ വെക്കണം. അപ്പോൾ ആ ഷുവർട്ടീൻ്റെ ഡീറ്റെയിൽസ് വേണം. അപ്പോൾ ഈ ഷുവർട്ടീൻ്റെ കയ്യിൽ നിന്നായിരിക്കും നമ്മളെ ഈ പറയുന്ന പൈസയെല്ലാം നമ്മളെ ട്രെയിനിങ്ങിൻ്റെ ഈ പൈസയൊക്കെ പിടിക്കുക. അപ്പം ആ ഷുവർട്ടീൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ ഒരു ഷുവർട്ടീനെ റെഡിയാക്കി വെക്കുക. അപ്പോൾ ആ ഷുവർട്ടീ എന്ന് വെച്ചാൽ ഗവൺമെൻറ് സർവീസിലുള്ള ആൾ വേണമെന്ന് നമ്മളോട് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ മാക്സിമം ഗവൺമെൻറ് സർവീസിലുള്ള ആൾ തന്നെ വെക്കുക. അതേപോലെ 35,000-ലധികം ബേസിക് പേ വേണം മിനിമം. അപ്പോൾ അതുകൊണ്ട് 35,000-ലധികം ബേസിക് പേ ഉള്ള ഒരു ഗവൺമെൻറ് സർവീസിലുള്ള ഒരാളാണ് വേണ്ടത്. മാക്സിമം പാരൻസിനെ ഒഴിവാക്കുക. ചില ഡിവിഷനിൽ പാരൻസ് പറ്റൂല എന്ന് അവരോട് പ്രത്യേകം പറയുന്നുണ്ട്. നമ്മളോട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ പാരൻസിനെ വെക്കാണ്ടിരിക്കുക മാക്സിമം. നമ്മളെ ഏതെങ്കിലും കുറച്ച് അകന്ന ബന്ധുവോ അങ്ങനെ ആരെങ്കിലും വെച്ചാൽ മതി. അപ്പോൾ അവരെ റെഡിയാക്കി വെക്കുക. അവരെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം വാങ്ങാനുണ്ട്. ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ബോണ്ട് പേപ്പറിൽ ടൈപ്പ് ചെയ്ത് റെഡിയാക്കുക. അതൊരു 3-4 പേജ് വരും. അപ്പോൾ ഇതെല്ലാം ടൈപ്പ് ചെയ്ത് വെക്കുക. അതേപോലെ എല്ലാ പേജിലും, അതായത് 4 പേജ് ഉണ്ടെങ്കിൽ 4 പേജിലും ഈ ഒരു പറയുന്ന പോലെ താഴെ സൈഡിൽ നിങ്ങൾ ചെയ്ത് വെക്കുക, അതായത് സ്പേസ് വെക്കുക. കാരണം എല്ലാ പേജിലും ട്രെയിനിൻ്റെയും ഷുവർട്ടീൻ്റെയും സൈൻ ചെയ്യിക്കുന്നത് നല്ലതായിരിക്കും. അതാണ് കുറച്ച് സേഫ്. അപ്പോൾ നിങ്ങൾ മാക്സിമം അങ്ങനെ ചെയ്യാം, അതായിരിക്കും നല്ലത്. അതേപോലെ വിറ്റ്നസ് വേണം. അതായത് ട്രെയിനിക്ക് 2 വിറ്റ്നസ്, പിന്നെ നമ്മളെ ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ്, അതായത് നമ്മളെ ഡീറ്റെയിൽസ് കൊടുക്കാനുണ്ട്. 2 വിറ്റ്നസിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. ഇതെല്ലാം ഫില്ല് ചെയ്യാം. വിറ്റ്നസ് ആരായാലും മതി, വലിയ കുഴപ്പമൊന്നുമില്ല. അതും ഞാൻ പാരൻസിനെ ഒഴിവാക്കണമെന്നേ പറയൂ. വേറെ ആരെങ്കിലും കിട്ടുമെങ്കിൽ അത് മതി. 2 വിറ്റ്നസ്, ട്രെയിനിക്ക് 2 വിറ്റ്നസ്, അതേപോലെ ഷുവർട്ടീൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കണം. അതായത് അവരുടെ ഡീറ്റെയിൽസ്, സിഗ്നേച്ചർ, പേരും അഡ്രസ്സെല്ലാം കൊടുക്കാനുണ്ട്. അതേപോലെ ഷുവർട്ടിക്ക് 2 വിറ്റ്നസ് വേണം. അതും ഏതെങ്കിലും ഒരു 2 ആൾക്കാരെ റെഡിയാക്കുക. അതിവിടെ ഫില്ല് ചെയ്യാം. പിന്നെ ഈ പറയുന്ന ഒരു സെക്ഷൻ, ഇതെന്ന് പറയുന്നത് ഷുവർട്ടീൻ്റെ പേ ഡ്രോയിങ് ഓഫീസർ ഉണ്ടാവും അവർക്ക്. ആ പേ ഡ്രോയിങ് ഓഫീസർ ഫില്ല് ചെയ്യേണ്ട സെക്ഷനാണ് ഇത്. അപ്പോൾ ഈ പേ ഡ്രോയിങ് അത് അവർക്ക് കൊടുത്തു വിടാം. അപ്പോൾ അത് മാക്സിമം അവർക്ക് കൊടുത്താൽ അവർക്ക് അറിയാം. അവരെ പേ ഡ്രോയിങ് ഓഫീസർ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്യണം. അവർക്ക് ഇത്ര ബേസിക് പേ ഉണ്ട്, ഇന്ന ഓഫീസാണെന്നെല്ലാം പറഞ്ഞിട്ട് അത് ഫില്ല് ചെയ്തിട്ട് അവരെ പിന്നെ സിഗ്നേച്ചറും അവരെ സീലൊക്കെ ഉണ്ടാവും, ഡേറ്റൊക്കെ എഴുതി ഓഫീസ് സീലെല്ലാം എഴുതി വാങ്ങിക്കാം. അത്രയും കാര്യങ്ങൾ ചെയ്യാം. ഇത് വേണമെങ്കിൽ ഒരു സെപ്പറേറ്റ് പേജിലെടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ എടുക്കുക, നിങ്ങളെ ഇഷ്ടം. ഇത്രയും കാര്യങ്ങൾ എടുത്തു വെച്ചിട്ട് ബോണ്ടിൽ ചെയ്യാം. അപ്പോൾ ഈ ബോണ്ട് നോട്ടറീനെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യിക്കണം എന്നും പറയുന്നുണ്ട്, ചെയ്യിക്കണ്ടെന്നും പറയുന്നുണ്ട്. അത് നിങ്ങളെ ഇഷ്ടമാണ്. ചെയ്യിക്കുന്നത് കുറച്ചുകൂടി സേഫ് ആയിരിക്കും എന്നേ ഞാൻ പറയും. പറ്റുമെങ്കിൽ ചെയ്യിച്ചിട്ട് തന്നെ പോവുക, ഇല്ലെങ്കിൽ അത് പിന്നെ ഒരു ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നിങ്ങൾക്ക് നോട്ടറീനെ കൊണ്ട് ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ അത് ചെയ്യിച്ചിട്ട് തന്നെ പോവുക. നോട്ടറീനെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യിക്കണം പറ്റുമെങ്കിൽ ചെയ്യിക്കുക. അത് നിർബന്ധമുണ്ടോ എന്ന് എനിക്കറിയില്ല. മറ്റേ അഫിഡവിറ്റ് നോട്ടറീനെ കൊണ്ട് ചെയ്യിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും തിരുത്തോ എന്തെങ്കിലും മിസ്റ്റേക്കോ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും അപ്ഡേഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് കമൻറ്റ് ചെയ്യാം. കമൻറ്റിൽ പിൻ ചെയ്തിടാം എൻ്റെ DVക്ക് ശേഷം. അതേപോലെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും എഴുതി വെക്കാം. നിങ്ങൾ അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്യാം പിന്നെ കാണുന്ന ആൾക്കാർ. ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത് ബോണ്ടിൻ്റെത്. അപ്പോൾ ഇനി വരുന്നത് മാൻഡേറ്റ് ഫോമാണ്. അതായത് നമ്മളൊരു അക്കൗണ്ട് കൊടുക്കില്ലേ, അതായത് നമ്മൾ ആദ്യം സാലറി വരണ്ടേ, അതായത് പിന്നെ നമ്മൾ സാലറി അക്കൗണ്ടെല്ലാം പിന്നെ ആയിരിക്കില്ലേ നമ്മൾ ആക്കുന്നത്. അതിന് മുന്നേ നമുക്ക് സ്റ്റൈപ്പൻഡ് സാലറി കിട്ടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു അക്കൗണ്ട് റെഡിയാക്കിയിട്ടുണ്ട്. ആ അക്കൗണ്ട് ഒരു നാഷണലൈസ്ഡ് ബാങ്കിൽ തന്നെ വേണം. അപ്പം നമ്മൾ ആ ബാങ്കിൽ പോയിട്ട് ഈ പറയുന്ന ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്ത് പിന്നെ അവിടുത്തെ ആൾക്കാരെ, അതായത് നമ്മളെ സൈൻ ചെയ്യാനുണ്ട്, പിന്നെ ബാങ്കിൻ്റെ അവിടുത്തെ മാനേജറോ അവർ പറഞ്ഞാൽ അവരാരാന്ന് വെച്ചാൽ
അത് ഫില്ല് ചെയ്ത് തരും. ഫില്ല് ചെയ്തിട്ട് അവരെ എന്താ പറയുക സീലും പിന്നെ ഓഫീസ് സീലെല്ലാം വെച്ചിട്ട് വാങ്ങിക്കുക. ഇത്ര വേണ്ട. ഇത് നമുക്ക് സിമ്പിളായിട്ട് ബാങ്കിൽ പോയാലും സിമ്പിളായിട്ട് അവർ ഇട്ട് തരുന്ന കാര്യമാണ്. അപ്പോൾ ഈ പറയുന്ന കുറച്ച് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാനുണ്ട്, അത്രയേ ഉള്ളൂ. ഇതും നമ്മൾ പിന്നെ ബാങ്കിൽ പോയിട്ട് വാങ്ങിക്കുക. ഇനി ബാക്കിയുള്ളത് OBCൻ്റെ സർട്ടിഫിക്കറ്റാണ്. അപ്പോൾ OBC സർട്ടിഫിക്കറ്റും കൂടി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ OBC ആയ ആൾക്കാർ ഈ പറയുന്ന പോലെ ഈ ഒരു ഫോർമാറ്റിലുള്ള OBC സർട്ടിഫിക്കറ്റ് നിങ്ങൾ റെഡിയാക്കണം. നിങ്ങളുടെ കയ്യിൽ വാലിഡ് ആയിട്ടില്ല, അതായത് കഴിഞ്ഞ 6 മാസത്തിനുള്ളിലെ OBC സർട്ടിഫിക്കറ്റ് ഇതേ ഫോർമാറ്റിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ അതിൻ്റെ ആവശ്യം വരില്ല. ഇല്ല എന്നുണ്ടെങ്കിൽ ഇതേ ഫോർമാറ്റിൽ നിങ്ങൾ OBC സർട്ടിഫിക്കറ്റ് എടുക്കണം. SC ST ആണെങ്കിൽ അവർക്കുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇതുണ്ട്, അത് റെഡിയാക്കണം. ഈ പറയുന്ന OBC സർട്ടിഫിക്കറ്റ് ഓൺലൈനും ഓഫ്ലൈനും വേണം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ബെറ്റർ അത് രണ്ടും എടുത്ത് വെക്കുക. ഓൺലൈനും ഓഫ്ലൈനും നിങ്ങൾ റെഡിയാക്കി വെക്കുക. ഇതൊക്കെ നിങ്ങൾ ആദ്യമേ അപ്ലൈ ചെയ്തിടുക. ഇതിനെപ്പറ്റി വിവരം കിട്ടിയാൽ അപ്പോൾ തന്നെ അപ്ലൈ ചെയ്തിടുക. പിന്നെ ഇതിനൊന്നും അധികം ലാസ്റ്റിലേക്ക് വെച്ചാൽ നിങ്ങൾക്ക് ഇതൊന്നും പെട്ടെന്ന് കിട്ടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ആദ്യം അപ്ലൈ ചെയ്ത് വെക്കുക. ഇതൊക്കെ ഫില്ല് ചെയ്ത് ഇതേ ഫോർമാറ്റിൽ വാങ്ങിക്കാൻ ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമുക്ക് ഉണ്ടാക്കി കൊണ്ടുപോകേണ്ടതിൽ മെയിനായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ്. അത് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടും പിന്നെ എല്ലാവർക്കും ഡൗട്ട് വരുന്ന കാര്യങ്ങൾ. ബാക്കിയുള്ള ഫോം എന്ന് വെച്ചാൽ അത് നമുക്ക് ജസ്റ്റ് ഫില്ല് ചെയ്യാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഫോട്ടോ ഒട്ടിക്കലും ഫില്ല് ചെയ്യലും പിന്നെ ജസ്റ്റ് പിന്നെ കോപ്പി അറ്റസ്റ്റ് ചെയ്യലും ഇങ്ങനത്തെ പരിപാടികളെല്ലാം ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾ അത്ര പ്രശ്നമില്ല, അതിൽ അധികം ഡൗട്ടൊന്നും വരാൻ ചാൻസ് ഇല്ല. അതുകൊണ്ടാണ് ഞാൻ അത് ഇതിൽ ഉൾപ്പെടുത്താത്തത്. ഇത്രയും ഡോക്യുമെൻറ്റ്സ് ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ മെയിനായിട്ട് ബോണ്ട്, അഫിഡവിറ്റ്, ഈ പറയുന്ന ക്യാരക്ടർ സർട്ടിഫിക്കറ്റ്, ഐഡൻറ്റിറ്റി സർട്ടിഫിക്കറ്റ്, മാൻഡേറ്റ് ഫോം, ഈ കാര്യത്തിലാണ് എല്ലാവർക്കും ഡൗട്ട് വരുന്നത്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ കൃത്യമായിട്ട് ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ എന്തായാലും റിപ്ലൈ തരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മെയിനായിട്ട്. അപ്പോൾ ഇതെല്ലാം മാക്സിമം നിങ്ങൾ പെട്ടെന്ന് പറ്റുന്നത്ര പെട്ടെന്ന് റെഡിയാക്കുക. അതേപോലെ അതായത് നമ്മൾ ഏതൊക്കെ സൈൻ വാങ്ങുന്നോ അതിൻ്റെ എല്ലാം ഓഫീസ് സീലും കൃത്യമായിട്ട് അവരെ സീലും കാര്യങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് തന്നെ പോവുക. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം ഇത് അറിഞ്ഞ സമയത്ത് തന്നെ നിങ്ങൾ PCC, അതായത് നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയ ഉടനെ തന്നെ PCC അപ്ലൈ ചെയ്തിടുക. PCCയിൽ വരുന്നത് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് നമ്മൾ ലോക്കൽ SHO വഴി എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ സെൻട്രൽ ഗവൺമെൻറ് ജോബ് പർപ്പസിന് കൊടുത്താൽ നമ്മളത് DYSP അല്ലെങ്കിൽ SP ഓഫീസിൽ നിന്ന് അത് വാങ്ങണം. അപ്പം ഞാൻ പറയുന്നത് പിന്നെ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസ് വെച്ചിട്ട് തന്നെ എടുക്കാൻ ശ്രമിക്കുക. കാരണം അതായിരിക്കും ഏറ്റവും ബെറ്ററും റിസ്ക് ഇല്ലാത്ത പരിപാടിയും. പക്ഷേ മറ്റേ രീതിയിൽ ലോക്കൽ SHO വഴി എടുത്താലും നമുക്ക് RDOൻ്റെ സൈൻ കിട്ടും, കുഴപ്പമൊന്നുമില്ല. എൻ്റെ കൂടെ ഉണ്ടായ ഫ്രണ്ടിനൊക്കെ കിട്ടിയിട്ടുണ്ടായിന്. ഞാൻ എന്തായാലും സെൻട്രൽ ഗവൺമെൻറ് ജോബ് പർപ്പസ് വെച്ചിട്ട് തന്നെ എടുത്തത്. വലിയ ഡിലേ ഒന്നും വരില്ല. അത് നിങ്ങൾ ആദ്യം തന്നെ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്തിടാം. ഇത് പെട്ടെന്ന് കിട്ടണമെങ്കിൽ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ലോക്കൽ സ്റ്റേഷനിലും അതേപോലെ ഈ SP ഓഫീസിലും നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെല്ലാം വിളിച്ച് പറഞ്ഞിട്ട് ഈ PDF അതിൻ്റെ ആപ്ലിക്കേഷൻ ഫോമെല്ലാം നമുക്ക് എടുക്കാൻ പറ്റും. അതൊക്കെ അവർക്ക് അയച്ചു കൊടുത്ത് ഇതൊന്ന് സ്പീഡാക്കാൻ പറയാം. അപ്പോൾ അവരിതൊക്കെ സ്പീഡാക്കി തരും. അതേപോലെ ഈ RDOൻ്റെ സൈൻ ആണെങ്കിലും നിങ്ങൾക്ക് RDOൻ്റെ ഓഫീസിലൊക്കെ അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതൊക്കെ വിളിച്ച് പറഞ്ഞ് നേരത്തെ റെഡിയാക്കി വെക്കുക. അപ്പോൾ പറയുന്ന എല്ലാ പ്രോസസ്സെല്ലാം സ്മൂത്തായിരിക്കും, അവർ പെട്ടെന്ന് നമുക്ക് ഫാസ്റ്റാക്കി തരും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അതൊരു എക്സ്ട്രാ ഒരു ബോണസ് ടിപ്പാണ്, നിങ്ങളത് യൂസ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്തു വെക്കുക. ബാക്കി എല്ലാ പിന്നെ ഡോക്യുമെൻറ്റ്സും റെഡിയാക്കുക. അപ്പോൾ ഇനിയും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.